ഇതിന് ശേഷം കയ്യിലുണ്ടല്ലോ കാശ്. പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത്? നിങ്ങൾ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കരുത് ഇതിനെ. പ്രധാനമന്ത്രി പറഞ്ഞത്, ഇത് CPM-ന്റെ ഒരു വാദം. പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ്? ഒരു സാമ്പത്തിക സ്ഥിതിയും തടസ്സമാവില്ല. എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ നീങ്ങിയിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ബ്ലെയിം ചെയ്തോ കേന്ദ്രം തന്നില്ല. എവിടെ ഇതൊക്കെ പറയും? ദേശാഭിമാനി പറയുന്ന കേട്ടിട്ടിരിക്കും. അതായത് സംസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ ഫണ്ട് ഇതുവരെയും കിട്ടാത്തത് സംസ്ഥാനം കൃത്യമായ കണക്ക് കേന്ദ്രത്തിൽ ഹാജരാക്കാത്തതുകൊണ്ടാണ്. അങ്ങനെയല്ലേ? അല്ല, എന്താ കൊടുത്തിരിക്കുന്നത് സംസ്ഥാനം? നിങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്ന് കാണിക്കുക. എന്റെ ചോദ്യം, കേന്ദ്രത്തിന് കേരളം എന്താണ് കൊടുത്തത് എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അറിയുമോ? എനിക്കറിയില്ല, അതാണ് ചോദിച്ചത്. അല്ല, എന്റെ ചോദ്യം, നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ കിട്ടുമല്ലോ. കേരളം പുനരധിവാസത്തിന് എന്താണ് ഒരു വാലിഡായിട്ടുള്ള, അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ വേണം. വെറുതെ ഒരു കത്ത് കൊടുക്കാൻ പറ്റില്ല. അത് നേരത്തെ കൊടുത്തിട്ടുണ്ട്. താൽക്കാലിക മെമ്മോറണ്ടം എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒറിജിനൽ ഫുൾ പ്രൂഫ് എന്താണ് കൊടുത്തത്? സർക്കാർ എന്തുകൊണ്ട് അത് വ്യക്തത വരുത്താത്തത്? ധനസഹായം വെറുതെ കൊടുക്കാനുള്ളതല്ല. ധനസഹായം കിട്ടില്ലെന്ന് ആര് പറഞ്ഞു? അപ്പൊ ഇതിനു മുമ്പ് കിട്ടിയതൊന്നും ധനസഹായം അല്ലേ? 500 കോടി ഇരിക്കുന്നുണ്ടല്ലോ, അതെന്തിനു വെച്ചിരിക്കുന്നതാണ്? അവിടെ പണത്തിന് എന്തെങ്കിലും ഒരു മുട്ടുണ്ടോ? എന്റെ ചോദ്യം, എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെയാണ് കാണുന്നത്? അല്ലല്ല, ഇല്ലെന്ന്. അങ്ങനെ ഒരു സംഭവം ഇല്ല. കേരളത്തെ അവഗണിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരാ, മുഖ്യമന്ത്രി പറയട്ടെ. എന്റെ ചോദ്യം, ഗോവിന്ദൻ മാഷോ DYFIയോ പറഞ്ഞാൽ പോരാ, മുഖ്യമന്ത്രി പറയട്ടെ. കേരളത്തിന് ചോദിച്ചത് സർക്കാർ വ്യക്തമായി ചോദിച്ചതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. എന്ത് പറയുന്നു? പൊതുയോഗത്തെ പ്രസംഗിക്കുന്നതല്ല സാർ. ഇത് ഞാൻ പറഞ്ഞത് എന്താണ്? മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടു. മുഖ്യമന്ത്രി വിളിച്ച അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. അത് ആര് പറഞ്ഞു ഇല്ലെന്ന്? അല്ല, ഒരു മാസത്തിനുള്ളിൽ സർക്കാർ നടത്തേണ്ട എക്സസൈസ് നടത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചോ? അതിനെപ്പറ്റി നിങ്ങൾ സർക്കാർ നടത്തിയത് ഇപ്പൊ കണ്ടല്ലോ. അങ്ങനെ ഞാൻ പറയില്ല, എനിക്കറിയാത്ത കാര്യം ഞാൻ അങ്ങനെ പറയും. ഇങ്ങനെ ഒരു കണക്ക് എങ്ങനെ കൊടുക്കാൻ കഴിയുന്നു എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കൊടുക്കണമെന്നാണോ പറഞ്ഞത്? 75,000 വെച്ചിട്ട് ഓരോ കൊടുക്കണമെന്നാണോ പറഞ്ഞത്? അതിനൊക്കെ അവര് മറുപടി പറയേണ്ടവർ മറുപടി പറയും. ഞാനതിന് മറുപടി അതല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞ എസ്റ്റിമേറ്റ് കണക്കാന്ന് പറഞ്ഞ 1 കോടി രൂപ ബെയിലി പാലത്തിന്. ഇനി എന്താ എസ്റ്റിമേറ്റ്? പുനരധിവാസത്തിന് ഇവിടെ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചു. ഈ കേരളത്തിലല്ലാതെ ഇങ്ങനെ ഒരു ഉപസമിതിയെ വെക്കുമോ? അവർക്ക് എന്താണ് അറിയുന്നത്? അവർ രാവിലെ പുത്തുമലയിലേക്ക് പോവും, അല്ല ഇവിടേക്ക് പോവും, പിന്നെ ചൂരൽമലയിലും മുണ്ടക്കയിലും പോവും, പട്ടാളക്കാരെയും മറ്റേക്ക് ഫോട്ടോ എടുക്കും. അവർ കലക്ടറേറ്റിലിരുന്ന ആ ഒരു മാസം എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? അവർ ചെയ്താൽ ഇങ്ങനെയാണോ? ആദ്യമേ തന്നെ പരാജയപ്പെട്ടു. മന്ത്രിസഭാ ഉപസമിതി ഒരു ദയനീയ പരാജയമായിരുന്നു. പിന്നെ ആവശ്യത്തിന് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെ വെച്ച് മാനദണ്ഡങ്ങൾ മനസ്സിലാക്കി ഏത് ലെവലിലാണ് ഇത് പരിഗണിക്കേണ്ടത്, നല്ല ഹോംവർക്ക് നടത്താനുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഹോംവർക്ക് കേരളം നടത്താറുണ്ടോ? ഇത്രയും യൂസ്ലെസ് ആയിട്ടുള്ള, ഇത്രയും കഴിവുകെട്ട ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലാണ്. അതിനെ നിങ്ങൾ ഇത് അൽ കേരളമാണ് എന്നൊന്നും പറഞ്ഞ് ന്യായീകരിച്ചൊരു കാര്യമില്ല. ഇവരുടെ പിടിപ്പുകേടാണ് ഇതെല്ലാം കാരണമായത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊട്ടക്കണക്ക് എഴുതിയിട്ട് അവിടെ കൊടുക്കില്ല.